ഇതെനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ജോലിക്ക് പോവേണ്ട ദിവസങ്ങളിൽ താമസിച്ച് എണീക്കും, ജോലി ഇല്ലാത്ത ദിവസങ്ങളിലോ നേരത്തെ എണീക്കും. എന്താ ഇങ്ങനെ ആവോ? ഒരു ദിവസം ലീവാക്കിയിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ നല്ല പാടാണ്. പിന്നെ റമദാൻ ആയതുകൊണ്ട് 6 മണിക്കൂർ ഡ്യൂട്ടിയുള്ളൂ. അങ്ങനെ രാവിലെ 9 മണിയായപ്പോൾ കമ്പനിയുടെ കാർ നമ്മളെ വിളിക്കാനായിട്ട് വന്നു. പിന്നെ ഇത് മിസ്റ്റർ മുസൈദർ, ഓനാണ് നമ്മുടെ കമ്പനിയുടെ ഡ്രൈവർ. ഓൻ ഫിലിപ്പീനെയാണ്, കണ്ടാ പറയില്ലെങ്കിലും 3 കുട്ടികളെ വാപ്പയാണ്. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. അങ്ങനെ മൂപ്പരെ കുറച്ച് തള്ളെല്ലാം കേട്ട് ഞങ്ങൾ മൊബൈലിലെത്തി. കുറച്ച് വെയിൽ കൊള്ളാന്ന് വിചാരിച്ചപ്പോഴാണ് സൺക്രീം ഇട്ടില്ലാന്ന് ദാ വരുന്ന നിക്കർ ഇട്ടുകൊണ്ട് അടുത്ത കഥാപാത്രം മിസ്റ്റർ മാർക്ക്. ഓനും ഫിലിപ്പീനാണ്. കൂടെ വർക്ക് ചെയ്യുന്നവരിൽ ഞാൻ മാത്രമേ ഇന്ത്യൻ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഫിലിപ്പീനി, പാകിസ്ഥാനും പിന്നെ ജോർദാനിയും. അങ്ങനെ 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഓഫീസിലെത്തി. പിന്നെ ഞാനാണ് ഇവിടുത്തെ സ്റ്റോക്ക് കൺട്രോളർ. ഇന്നലെ ഓഫ് ആയതുകൊണ്ട് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കസ്റ്റമർ വന്നു, ഹാർലി സ്പോർട്സ് സ്റ്റാർ 8. പിന്നെ മൂപ്പർക്ക് കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് വേറെ വർക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ പഴയ മാച്ചൊക്കെ എടുത്ത് കണ്ടുകൊണ്ട് അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോഴത്തേക്കും ഓഫീസെല്ലാം ക്ലോസ് ആക്കി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. പിന്നെ ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് കുറവുണ്ടായിരുന്നു. റോഡ് ഡ്രൈവറാണല്ലോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ അങ്ങനെ മാനേജർ റൂമെത്തിയപ്പോൾ മാനേജർ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മളാ മാനേജർ. ഈടുന്ന ഞാൻ ഡ്രസ്സ് എടുക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. കാർ അങ്ങനെ പാർക്കിങ്ങിലിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ചെങ്ങാനും കണ്ട് ഇബ്രുച്ച പറഞ്ഞു അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ക്യൂ കണ്ട്. ആ ക്യൂവിൽ കയറുന്ന നമ്മൾ ഫുഡ് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയത്. അങ്ങനെ ഇബ്രുച്ചയുടെ ചങ്ങായികളും അവരുടെ റൂമിലേക്ക് പോയി. ഞാൻ നേരെ പള്ളിയിൽ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബാക്കി പിന്നെ മാസ്സലാമ.